വിദ്യാഭ്യാസ മേഖലയിൽ സക്രിയമായിട്ട് ഇടപെടണം. കാരണം ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെയൊക്കെ മറവിൽ എന്തെല്ലാം പുതിയ പുതിയ ചരിത്ര പാഠങ്ങളാണ് കടത്തിക്കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ വിസ്മയത്തോടെ നോക്കിയിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ 100% സാക്ഷരതയുണ്ടായിരുന്നു എന്നൊക്കെ ഒരു അക്കാദമിക സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത നമ്മുടെ നാട്ടിലുണ്ടാവുന്നു എന്ന് പറയുമ്പോൾ, കൊളോണിയലിസമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ തകർത്തതെന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ അമ്പരന്നത് കേട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ നാരറ്റീവ് ഇവിടെ പ്രചരിപ്പിച്ച് വരുന്നുണ്ട്. പുതിയ ഒരു ചരിത്രം, പുതിയ ചരിത്ര പാഠങ്ങൾ. അത് അപകടകരമാണ് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് 100 നൂറ്റാണ്ട് മുമ്പ് വിദ്യാഭ്യാസം കുറവായിരുന്നു എന്ന് പറയുന്നത് അത് വലിയ കുറവല്ല ഒരിക്കലും. സായിപ്പിന് അത് നേരത്തെ കിട്ടി, നമുക്ക് ഇച്ചിരി താമസിച്ചാണ് കിട്ടിയത്. അതൊരിക്കലും ഒരു കുറവൊന്നുമല്ല. കാരണം അന്ന് ഒരു പക്ഷേ ആ രീതിയിലുള്ള വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും ഇവിടെ മറ്റു രീതിയിലുള്ള അറിവുകളുണ്ടായിരുന്നു, നാട്ടറിവുകളുണ്ടായിരുന്നു. അത് പങ്കുവയ്ക്കാനായിട്ട് വഴികളുണ്ട്. ഒരു നമ്മുടെ ചരിത്രത്തിലെ ചില കുറവുകളോ ചില വീഴ്ചകളോ ഇതൊന്നും അംഗീകരിക്കുന്നത് നമുക്കൊരിക്കലും ഒരു വലിയ കുറവായിട്ട് നമ്മൾ കരുതേണ്ടതായിട്ടില്ല. നമ്മുടെ ചരിത്രം വലിയ, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. ആനയില്ലായിരുന്നു എന്ന് അത് നമ്മൾ സമ്മതിച്ചത് കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കിന്ന് എങ്ങനെ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ.